മന്ത്രിസഭയിലെ പുതിയ ഗതാഗത മന്ത്രിയായി കുട്ടനാട് എംഎൽഎ തോമസ് ചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗംഭീരമായിരുന്നു ചടങ്ങുകൾ. ആരൊക്കെ പ്രമുഖർ പങ്കെടുത്തു? പ്രതീക്ഷ ഇന്ന് വൈകിട്ട് 3:55 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായത്. ദേശീയ ഗാനാലാപനത്തോടെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 3:55 ഗവർണറെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കൂടി വേദിയിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് ദേശീയ ഗാനാലാപനം നടന്നു. ഇതിനുശേഷം നിയുക്ത മന്ത്രിയായ തോമസ് ചാണ്ടി എത്തിയതായി ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഇതേ തുടർന്ന് ഗവർണർ അദ്ദേഹം വേദിയിലേക്ക് എത്തി. തുടർന്ന് സത്യപ്രതിജ്ഞ വാചകം ഗവർണർ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ദൈവനാമത്തിലാണ് ദൃഢപ്രതിജ്ഞ എടുത്തത്. അതിനുശേഷം ഗവർണറുടെ വസതിയിൽ രാജ്ഭവനിൽ അദ്ദേഹത്തിന് വിരുന്ന് നൽകി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ, പ്രമുഖരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ഈ വിരുന്നിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, ഡോക്ടർ ടി എം തോമസ് ഐസക്, മാത്യു ടി തോമസ്, രാമേന്ദ്രൻ കടന്നപ്പള്ളി, മുൻ മന്ത്രി എ കെ ശശീന്ദ്രൻ, MLA മാർ, അതോടൊപ്പം തന്നെ NCPയുടെ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിരുന്നു. തീർത്തും ലളിതമായ ഒരു ചടങ്ങായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിന് അദ്ദേഹം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗതാഗത മന്ത്രിയായി തൻ്റെ ദൗത്യം KSRTCയെ ലാഭത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അത് ഇന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്വാഭാവികമായും KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ലാഭകരമാക്കി എടുക്കുക എന്ന് തന്നെയാണ് തൻ്റെ ദൗത്യം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന് വലിയ ഒരു വ്യവസായ ലോകം കെട്ടിപ്പടുത്ത വ്യക്തി കൂടിയാണ് തോമസ് ചാണ്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹം KSRTCയെ ലാഭത്തിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളം വച്ചു പുലർത്തുന്നത്. AK ശശീന്ദ്രൻ ഫോൺ വിവാദത്തെ തുടർന്ന് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് തോമസ് ചാണ്ടി മന്ത്രിപദത്തിലേക്ക് എത്തുന്നത്. പ്രജീഷ് KG ദിനറാണ് വിശദാംശങ്ങൾ നൽകിയത്. മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ച വോട്ടിംഗ് മെഷീനിൽ വ്യാപക ക്രമക്കേട്. ഏത് ബട്ടൺ അമർത്തിയാലും BJP സ്ഥാനാർത്ഥിക്ക് വോട്ട്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സലീന സിംഗിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് പ്രശ്നം കണ്ടെത്തിയത്. ഗൗരവകരമായ പ്രശ്നമെന്ന് കെജ്രിവാൾ പറഞ്ഞു. ഏപ്രിൽ 9 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിൽ സജ്ജീകരിച്ച വോട്ടിംഗ് മെഷീനിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. വോട്ടിംഗ് മെഷീനിൽ VVPAT മെഷീൻ ഘടിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗുരുതര പ്രശ്നം കണ്ടത്. മധ്യപ്രദേശ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സൽന സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മെഷീനിൽ 1ാമത്തെ ബട്ടൺ അമർത്തിയപ്പോഴും 4ാമത്തെ ബട്ടൺ അമർത്തിയപ്പോഴും VVPAT മെഷീനിലെ പേപ്പർ റിസിപ്റ്റിൽ BJP സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എന്നാൽ മെഷീൻ പൂർണ്ണ സജ്ജമല്ലാത്തതിനാൽ ഉണ്ടായ പിഴവാണെന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യരുതെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ സൽന സിംഗ് പറഞ്ഞു. കൂടുതൽ വോട്ടിംഗ് മെഷീനുകളിൽ പരിശോധന നടത്താതെ ഇലക്ടറൽ ഓഫീസർ മടങ്ങുകയും ചെയ്തു. മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. നേരത്തെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിച്ച് മായാവതിയും അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തിയിരുന്നു. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഗൗരവകരമെന്ന് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹണി ട്രാപ്പ് വിവാദത്തിൽ പരാതിക്കാരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കും. കഴിഞ്ഞ ദിവസമാണ് കേസിൽ ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസമാണ് മുൻമന്ത്രി AK ശശീന്ദ്രനെ കുടുക്കിയ ഹണി ട്രാപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്തത്. പരാതിക്കാരിൽ ഒരാളായ അഭിഭാഷകയിൽ നിന്നും സംഘം മൊഴിയെടുത്തിരുന്നു. ഇന്നും മറ്റു പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്കൽ തുടരും. സംഘം ചാനൽ മേധാവി അജിത് കുമാർ അടക്കം 9 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലാകും പ്രതികളുടെ ചോദ്യം ചെയ്യൽ. അജിത് കുമാറിന് പുറമെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ, വാർത്താ അവതാരകർ, ഹണി ട്രാപ്പിൽ പങ്കാളിയായ മാധ്യമപ്രവർത്തക എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. ഗൂഢാലോചന, IT നിയമം, ദൃശ്യമാധ്യമ ദുരുപയോഗം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കലും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിലും കേസെടുക്കുമെന്നാണ് സൂചന.
ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേശ് കശ്യപിന്റെ മേൽനോട്ടത്തിൽ ഹൈടെക് സെൽ ഡിവൈഎസ്പി ബിജുമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ലഭിച്ച പരാതികളിൽ വിശദമായ പരിശോധന നടത്തി അടിയന്തരമായി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിനുള്ള സർക്കാർ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളങ്കിത മാധ്യമ പ്രവർത്തനം നടത്തിയ മംഗളം ടെലിവിഷനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മംഗളത്തിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. മംഗളം ചാനലിനെതിരെ തിരുവനന്തപുരത്തും കോഴിക്കോടും കഴിഞ്ഞ ദിവസം നടന്നതിന്റെ തുടർച്ചയായാണ് കൊച്ചിയിലും പ്രതിഷേധം നടന്നത്. വൈറ്റില ജംഗ്ഷനിലെ ഓഫീസ് മാധ്യമപ്രവർത്തകർ ഉപരോധിച്ചു. മാധ്യമപ്രവർത്തനത്തിന് അന്ത്യം കുറിക്കുന്ന നിലപാടായിരുന്നു മംഗളം സ്വീകരിച്ചതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിലെ ഉത്തമമായ സദാചാരപരമായ മാധ്യമപ്രവർത്തനം അസാധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. മംഗളം മനസ്സിലാക്കേണ്ടത്, അജിത് കുമാർ ആയാലും ആരായാലും മനസ്സിലാക്കേണ്ടത്, അവരെക്കാൾ വലിയവർ ഇത്തരം തെറ്റുകളിൽ, ഇത്തരം കെണികളിൽ അകപ്പെട്ട് ഇല്ലാതായി പോയിട്ടുണ്ട്. ടെലിഫോൺ ടാപ്പിംഗ്, പ്രൈവസി വയലേഷൻ, അതെല്ലാം ഗുരുതരമായ വീഴ്ചകൾ തന്നെയാണ്, ശിക്ഷ കിട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ലീഗ് SDP വെൽഫെയർ പാർട്ടികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയതെന്ന് LDF. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണവും വിലയിരുത്തുമെന്ന കോടിയേരിയുടെ പ്രസ്താവനയിൽ തെറ്റില്ലെന്നും LDF നേതാക്കൾ മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. മലപ്പുറത്ത് വർഗീയ ധ്രുവീകരണത്തിനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നതായാണ് LDF വിലയിരുത്തൽ. ലീഗിന്റെ SDPI വെൽഫെയർ പാർട്ടി ബന്ധം ഇതിന് തെളിവാണ്. കോൺഗ്രസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ആപത്കരമായ ഈ കൂട്ടുകെട്ടിന് ലീഗ് തയ്യാറായതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ നിന്നും മുസ്ലിം മതമൗലികതാവാദികളിൽ നിന്നും ലഭ്യമാക്കുക എന്ന ഈ നിലപാട് കോൺഗ്രസിലുള്ളവരുടെ വിശ്വാസരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വ്യക്തമാക്കപ്പെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലീഗ് കുഞ്ഞാലിക്കുട്ടിയൊന്നും ഈ SDPIയും പിന്നെ വെൽഫെയർ പാർട്ടിയും അവർക്ക് നൽകുന്ന പിന്തുണയോടുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇതുപയോഗിച്ച് BJP തീവ്രവർഗീയതയാണ് മലപ്പുറത്ത് പ്രചരിപ്പിക്കുന്നത്. ലീഗുമായി LDF ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന BJP പ്രചാരണം ലീഗിനെ സഹായിക്കാനാണ്. വികസനവും RSS നിലപാടും ചർച്ച ചെയ്യാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം UDF നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണവും വിലയിരുത്തുമെന്ന കോടിയേരിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. തോൽക്കാത്ത ലീഗ് നേതാക്കൾ മലപ്പുറത്തില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനേഷൻ പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമപരമായ ഇടപെടൽ നടത്തുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. മലപ്പുറത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ വോട്ടർമാർ തയ്യാറാവണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറത്ത് രണ്ടാംഘട്ട പ്രചരണത്തിൽ മുന്നണി നേതാക്കളും മന്ത്രിമാരും മണ്ഡലങ്ങളിലെത്തി പരമാവധി വോട്ടുറപ്പിക്കുകയാണ്. മന്ത്രിമാരായ MM മണി, KT ജലീൽ, UDFിനു വേണ്ടി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും NDAക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങി. സ്ഥാനാർത്ഥി പര്യടനങ്ങൾ പൂർത്തിയായതോടെ നേതാക്കളുടെ തിരക്കാണ് മണ്ഡലത്തിൽ. പാർട്ടി പ്രവർത്തകരെയും വോട്ടർമാരെയും പ്രചാരണ യോഗങ്ങളിലും റാലികളിലും അണിനിരത്തി തെരഞ്ഞെടുപ്പ് ചൂട് കൂട്ടുന്നു. ഇടതുമുന്നണിക്ക് വോട്ടഭ്യർത്ഥിക്കാൻ 2 മന്ത്രിമാർ മലപ്പുറത്തുണ്ട്. മന്ത്രി MM മണി മങ്കട മണ്ഡലത്തിലും KT ജലീൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിലും LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. മന്ത്രി G. സുധാകരൻ, NCP അധ്യക്ഷൻ ഉഴവൂർ വിജയൻ തുടങ്ങിയവർ നാളെ എത്തും. ഇന്ന് മലപ്പുറം മണ്ഡലത്തിലാണ് MB ഫൈസലിന്റെ പര്യടനം. UDFിനായി രമേശ് ചെന്നിത്തല, MM ഹസൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ഇന്നും മണ്ഡലത്തിലുണ്ടാവും. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വേങ്ങര മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് വോട്ട് തേടുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മാറിയ ദേശീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവ് UDFിന് ഗുണം ചെയ്യുമെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാർ LDFിനൊപ്പം നിന്നെങ്കിലും ഇപ്പോൾ സാഹചര്യം മാറിയെന്നും ഹസൻ മലപ്പുറത്ത് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ, അത് പ്രത്യേകിച്ച് സംഘപരിവാറും BJP ഉയർത്തുന്ന വെല്ലുവിളിയിൽ നിന്ന് ന്യൂനപക്ഷത്തെ രക്ഷിക്കാൻ CPMന് മാത്രമേ കഴിയൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ച അതേ തന്ത്രം ഇവിടെയും ഉപയോഗിക്കും. ഈ ദേശീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ ചിന്താഗതിയിൽ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. ദേശീയ
രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മലപ്പുറത്തും ന്യൂനപക്ഷങ്ങൾ തീർച്ചയായിട്ടും അവരുടെ രക്ഷയ്ക്ക് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനെ കഴിയൂ എന്ന ഒരു നിലപാടിൽ എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ജേക്കബ് തോമസിനെതിരെ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദിന്റെ റിപ്പോർട്ട് സ്വത്തുവിവരം മറച്ചുവെച്ചു, ഡ്രഡ്ജർ ഇടപാടിൽ വീഴ്ച പറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് SM വിജയാനന്ദ് റിപ്പോർട്ട് AGക്ക് കൈമാറിയത്. പ്രധാനമായും ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള 2 കേസുകളിലാണ് AG ചോദിച്ച വിശദീകരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിയത് മറച്ചുവച്ചു എന്നതാണ് ഒന്ന്. ജേക്കബ് തോമസ് ഡയറക്ടറായ സ്വകാര്യ കമ്പനിയുടെ പേരിൽ 52 ഏക്കർ ഭൂമി വാങ്ങിയെന്നും ഇത് മറച്ചുവെച്ചുവെന്നുമാണ് SM വിജയാനന്ദ് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സ്വത്തുവിവരം മറച്ചുവച്ചത് ഗുരുതരമായ വീഴ്ചയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നു എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശം. ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും കൂടുതൽ പരിശോധനകൾ വേണമെന്നും SM വിജയാനന്ദ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടറെ മാറ്റാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാർ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. മാധ്യമപ്രവർത്തനം എങ്ങനെയെന്ന് തീരുമാനിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണെന്നും കോടിയേരി പറഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിലയിരുത്തലുകളും നിഗമനങ്ങളും സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിസ്ഥിതിക്കിണങ്ങുന്ന കെട്ടിടങ്ങളായിരിക്കണം മൂന്നാറിൽ ഉണ്ടാക്കേണ്ടത്. അതിനനുസരിച്ച് കൊണ്ടൊരു നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാവും. വിജിലൻസ് ഡയറക്ടറെ മാറ്റിയതിൽ ദുരൂഹതയെന്ന് രമേശ് ചെന്നിത്തല. വിജിലൻസ് ഡയറക്ടറുടെ ചുമതല DGPക്ക് നൽകിയ കീഴ്വഴക്കം ഇതുവരെ ഇല്ലാത്തതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ മാറ്റിയതിൽ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റിന്റെ കൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന അഴിമതി വിരുദ്ധ മുഖം ഇന്ന് എവിടെ പോയിരിക്കുന്നു? കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഡിസംബർ 31-നകം പൂർത്തീകരിക്കുമെന്ന് K മുരളീധരൻ. ഗ്രൂപ്പ് നോക്കാതെയും പ്രശ്നങ്ങൾ ഇല്ലാതെയുമായിരിക്കും സംഘടനാ തെരഞ്ഞെടുപ്പെന്നും മുരളീധരൻ മലപ്പുറത്ത് വ്യക്തമാക്കി. അതിലൊന്നും അതിന് പ്രത്യേകിച്ചൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെക്കുറിച്ച് പരാതി ജനാധിപത്യം ഇല്ലാന്നാണല്ലോ. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ നടത്തി, നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ തലപ്പത്ത് വന്നു. ഇനി അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം വിദ്യാഭ്യാസ നയത്തിന് LDF സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിൽ KSUവിൻ്റെ സമരങ്ങളും മറ്റ് സമരപരിപാടികളും ഉണ്ടാകും. ഇതാ ഞങ്ങൾ കാണിക്കാൻ പോവാം. ഞങ്ങൾക്ക് ഡിസംബർ 31 മുമ്പ് ഞങ്ങളുടെ ഇലക്ഷൻ പൂർത്തിയായി. SBT അടക്കം 5 അനുബന്ധ ബാങ്കുകൾ ലയിച്ചതിന് പിന്നാലെ SBI നിബന്ധനകൾ കടുപ്പിച്ചു. മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്നും പിഴ ഈടാക്കും. SBT ഉപഭോക്താക്കളും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉറപ്പാക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ 1000 രൂപയും നഗരങ്ങളിൽ 3000 രൂപയും അർദ്ധനഗരങ്ങളിൽ 2000 രൂപയും മെട്രോ നഗരങ്ങളിൽ 5000 രൂപയുമാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കേണ്ട മിനിമം തുക. നിശ്ചിത തുക അക്കൗണ്ടിലില്ലെങ്കിൽ ഓരോ തവണയും 20 മുതൽ 100 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് SBI അറിയിച്ചു. SBT അടക്കം SBI ലയിച്ച 5 അനുബന്ധ ബാങ്ക് ഉപഭോക്താക്കളും ഈ മിനിമം തുക ഇനി മുതൽ നിലനിർത്തണം. ജൻധൻ അക്കൗണ്ടുകളും ATMകളുടെയും പ്രവർത്തന ചെലവ് കണ്ടെത്താനാണ് മിനിമം ബാലൻസ് നിർബന്ധമാക്കിയത് എന്നാണ് SBIയുടെ അവകാശവാദം. 3 തവണയിൽ കൂടുതൽ പണമടച്ചാലോ പരിധിയിൽ കൂടുതൽ ATM ഇടപാട് നടത്തിയാലോ പണം ഈടാക്കും. കഴിഞ്ഞ വർഷം 11,000 കോടി രൂപയായിരുന്നു SBI ലാഭം. ഇതിനു പുറമെയുള്ള പിഴ ഈടാക്കൽ നിർത്തലാക്കണമെന്ന് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക മാറ്റങ്ങൾ പ്രാബല്യത്തിൽ. 2 ലക്ഷത്തിന് മുകളിലുള്ള പണമിടപാടുകൾ ഇനി ബാങ്കുകൾ വഴി മാത്രമാകും. ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ വിലയും നിലവിൽ വന്നു. നിരവധി സാമ്പത്തിക മാറ്റങ്ങളാണ് പുതിയ സാമ്പത്തിക വർഷം രാജ്യത്ത് പ്രാബല്യത്തിൽ എത്തിയത്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ആദായ നികുതി മേഖലകളിൽ സമഗ്ര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിലുള്ള പണമിടപാടുകൾ ഇന്നു മുതൽ ബാങ്കുകൾ വഴി മാത്രമാകും. കൂടുതൽ തുക ഇൻഷുറൻസ് പ്രീമിയത്തിനായി നൽകേണ്ടിവരും. വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും. 2017-18 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി പരിഷ്കാരങ്ങൾ അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ വിലയും പ്രാബല്യത്തിൽ വന്നു. സിഗരറ്റ്, പാൻ മസാല, ബീഡി, അണ്ടിപ്പരിപ്പ്, അലുമിനിയം ഉൽപ്പന്നങ്ങൾ, പുകയില, ഇറക്കുമതി ചെയ്ത മൊബൈൽ ഫോൺ എന്നിവയുടെ വില കൂടും. അതേസമയം റെയിൽവേ ടിക്കറ്റ്, ഗൃഹനിർമ്മാണ സാമഗ്രികൾ, LED ലൈറ്റ്, LNG ജനറേറ്ററുകൾ, ബയോഗ്യാസ് പ്ലാന്റ് ഉപകരണങ്ങൾ, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉപകരണങ്ങൾ, സോളാർ സെൽ, നൈലോൺ മത്സ്യബന്ധന വില എന്നിവയ്ക്ക് ഇന്നു മുതൽ വില കുറയും. ന്യൂസ് ഡെസ്ക്.
സുപ്രീം കോടതി വിധി നടപ്പാകുന്നതോടെ സംസ്ഥാനത്തിന് 179 ബിവറേജസ് ഔട്ട്ലെറ്റുകളും 29 കൺസ്യൂമർ ഫെഡിന്റെ മദ്യഷോപ്പുകളും മാത്രമായിരിക്കും തുറന്നു പ്രവർത്തിക്കുക. അതേസമയം ദേശീയ സംസ്ഥാന പാതയോരത്തെ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും സുപ്രീം കോടതി വിധി ബാധകമാകുന്നതിലൂടെ ഈ ഇനത്തിൽ 530-ലധികം മദ്യശാലകൾക്കും താഴെ വീഴുകയാണ്. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടണമെന്ന ഡിസംബർ 15 സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിലൂടെ ബിവറേജ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും നല്ലൊരു ശതമാനം മദ്യവിൽപ്പനശാലകൾക്കാണ് താഴെ വീണിരിക്കുന്നത്. സംസ്ഥാനത്ത് എക്സൈസ് വർഷം മാർച്ച് 31 അവസാനിച്ചതോടെ സുപ്രീംകോടതി വിധി നടപ്പാവുകയാണ്. സംസ്ഥാനത്ത് ഏപ്രിൽ 1 ഡ്രൈ ഡേ ആണ്. 2-ാം തീയതി ഞായറാഴ്ച ആകുമ്പോൾ ബിക്കോയുടെ ആകെയുള്ള 270-ൽ 179 ഔട്ട്ലെറ്റുകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ ആവുകയുള്ളൂ. എന്നാൽ വിധി വന്ന ശേഷം ബിക്കോയുടെ 35 ഔട്ട്ലെറ്റുകൾ മാത്രമാണ് അവർക്ക് ഇതുവരേക്കായി മാറ്റി സ്ഥാപിക്കാനായത്. ഇങ്ങനെ നോക്കുമ്പോൾ ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 144 ഔട്ട്ലെറ്റുകൾക്ക് താഴെ വീഴും. കൺസ്യൂമർ ഫെഡ് 29-ൽ 20 മദ്യശാലകൾ മാറ്റി സ്ഥാപിച്ചു. ബാക്കിയുള്ള 9 മദ്യവിൽപ്പനശാലകൾ മാറ്റിയില്ലെങ്കിൽ പൂട്ടണം. സുപ്രീംകോടതി വിധി പാതയോരത്തെ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ബാധകമായതോടെ 500-ലധികം ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് തുറന്നു പ്രവർത്തിക്കാനാവില്ല. 31 5 സ്റ്റാർ ബാറുകളിൽ 20 എണ്ണവും ഉത്തരവിലൂടെ അടച്ചിടണം. കള്ള് ഷാപ്പുകൾക്കും വിധി ബാധകമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാകുന്നതോടെ കൂടുതൽ ഔട്ട്ലെറ്റുകൾക്കായിരിക്കും താഴെ വീഴുക. അതോടൊപ്പം തന്നെ ബിയർ വൈൻ പാർലറുകളും കൂടുതലായി പൂട്ടും. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും സംസ്ഥാനത്ത് സൃഷ്ടിക്കുക. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം വറ്റി വരളുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തടാകത്തിന്റെ 27% കരപ്രദേശമായി മാറിയതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കടുത്ത വരൾച്ച കാരണം ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലേക്കുള്ള കുടിവെള്ള പമ്പിംഗ് ഭാഗികമായി നിർത്തിവെച്ചു. ആസന്നമായ മരണം കാത്തുകിടക്കുകയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ശാസ്താംകോട്ട, പടിഞ്ഞാറേക്കല്ലട, മൈനാഗപ്പള്ളി പഞ്ചായത്തുകളിലായി 20 കിലോമീറ്റർ വ്യാപിച്ചു കിടന്നിരുന്ന തടാകം ഇന്ന് കൺവട്ടത്ത് ഒതുങ്ങി. തിളയ്ക്കുന്ന വേനൽ കാരണം തടാകക്കര വിണ്ടുകീറി. ഒരു കാലത്ത് പടിക്കെട്ടിന്റെ മുകളറ്റം തട്ടി നിന്നിരുന്നു കായൽ വെള്ളം. അതായത് തറനിരപ്പിൽ നിന്നും ഏകദേശം 2 ആൾ പൊക്കം വരെ. കൊടും വേനലിനൊപ്പം മണലൂറ്റും ചെളിയെടുപ്പും കൂടിയായതോടെ കായൽ അതിവേഗം വരളുന്നു. കടുത്ത വേനൽ ആയതോടുകൂടി കായലിന്റെ ജലനിരപ്പ് -2 വീതം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പോലും ശാസ്താംകോട്ട കായലിന്റെ പേര് പരാമർശിച്ചല്ലാതെ കായൽ സംരക്ഷണത്തിനായി യാതൊരു തുകകളും പ്രഖ്യാപിച്ചിട്ടില്ല. കായൽ സംരക്ഷണം നടപ്പാക്കും എന്ന് പറയുന്ന അധികാരികൾ ഇതുവരെ തന്നെ കായൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു പദ്ധതികളും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷത്തെ ഗൂഗിൾ മാപ്പ് 2011 നിന്നും 2016 എത്തിയപ്പോൾ കായൽ 27% കുറഞ്ഞു. ജലസേചന വകുപ്പിന്റെ കണക്ക് പ്രകാരം ദിവസേന 3 കോടി ലിറ്റർ വെള്ളമാണ് ശാസ്താംകോട്ട തടാകത്തിൽ നിന്നും കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചിരുന്നത്. ഇന്നതിന്റെ നേർപകുതിയായി. ചെറുമരങ്ങളും മറ്റും വെച്ചുപിടിപ്പിച്ച് തടാക സംരക്ഷണത്തിനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തടാക സംരക്ഷണത്തിനുള്ള കേന്ദ്ര പദ്ധതികൾ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.